അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചിന്നു JKയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. JK ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അപ്പോൾ ഒന്നും കാണില്ല. അതേ സമയത്ത് ചന്ദ്ര JKയുടെ രൂപത്തിലുള്ള ഷർട്ടും പാൻറ്റും മുടിയും എല്ലാം ഉള്ള ഒരാളെ അവിടെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. അയാൾ പെട്ടെന്ന് തന്നെ ചിന്നുമോളുടെ കൈ കയറി പിടിക്കുകയാണ് കേട്ടോ. ചിന്നുമോൾ ആകെ സ്തംഭിച്ച് പോവുകയാണ്. അങ്കിളെ അങ്കിളെ എന്ന് വിളിക്കുകയാണ് കേട്ടോ. അതേ സമയത്തും തന്നെ അയാൾ പെട്ടെന്ന് മാറുകയാണ്. ബേഗ കൂടിയൊക്കെ പോവുകയാണ് ചിന്നു കേട്ടോ. ചിന്നുവിന് ആകെ മൊത്തം ഒരു സംശയമായി കേട്ടോ. JK എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ചിന്നുവിന് ഭയങ്കര വിഷമമായിട്ട് ചിന്നു പോവാൻ പുറത്തിറങ്ങുകയാണ്. ആ സമയത്താണ് പാപ്പച്ചൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. എന്താ മോളെ എന്ന് ചോദിക്കുക. ഒന്നുമില്ല ചോദിക്കും. മോളെ ഞാൻ എന്തായാലും അകത്ത് പോട്ടെ, സാർ അവിടെ ഉണ്ട്, സാർക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കട്ടെ കേട്ടോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചിന്നുമോൾ ഉറപ്പിച്ചു അകത്തിരിക്കുന്നത് JK തന്നെ എന്ന് ചിന്നു ഉറപ്പിച്ചു കേട്ടോ. ചിന്നുവിന് ആകെ വിഷമമാവുകയാണ് കേട്ടോ. അതേസമയം JKയും അർച്ചനയും കൂടി ആ വാടക വീട്ടിൽ പോയിട്ട് ഒരു പോലീസുകാരനുണ്ട് അവിടെയൊക്കെ പരിശോധിക്കാൻ കേട്ടോ. ആ പരിശോധിക്കുന്ന സമയത്ത് തന്നെ എന്തൊക്കെയോ എവിഡൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവരതൊന്നും വ്യക്തമായി പറയുന്നില്ല കേട്ടോ. അതേസമയം ചിന്നു ആകെ വിഷമിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ചിന്നു മഞ്ജു പറഞ്ഞ കാര്യങ്ങളും അതേപോലെ JK ആയിട്ട് ചെറിയ ചെറിയ നിമിഷങ്ങൾ പങ്കിട്ടതും എല്ലാ കാര്യങ്ങളും അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ചിന്നുവിന് ആകെ തല പുകയാണ് കേട്ടോ. അതേസമയം അതിലേ പോകുമ്പോൾ വിജയശങ്കർ അതിലേ പോവുകയാണ്. ചിന്നുവിനെ കണ്ടതും പെട്ടെന്ന് കാറ് നിർത്തുകയാണ് കേട്ടോ. എന്താ മോളെ നീ ഇവിടെ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അത് കൂടുതൽ വഷളാക്കുള്ളൂ, അതുകൊണ്ട് പറയാതിരിക്കുന്നതാ നല്ലത് എന്ന് ചിന്നു കരുതുകയാണ്. പിന്നീട് ചിന്നു പറയും, ഞാനൊരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയതാണ് അച്ഛാ എന്ന് പറയും. കൂട്ടുകാരുടെ വീട്ടിലേക്കോ? ഈ നട്ട വെയിലത്ത് നിനക്കെന്താ വല്ല പ്രാന്തുണ്ടോ? കുടയില്ലേ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അച്ഛൻ്റെ വീട്ടിൽ കുടയുണ്ടോ എന്ന് ചോദിക്കുക. എന്താ പറ്റി മോളെ നിനക്ക് എന്ന് പറയുകയാണ്. അതിന് ശേഷം വിജയശങ്കർ കാറ് നിർത്തുകയാണ് കേട്ടോ. ചിന്നു ഓടിപ്പോയി അച്ഛാ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക. എന്താ മോളെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ മോളെ എന്നോട് പറയേ എന്ന് വിജയശങ്കർ ചിന്നുവിനോട്. എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ചീറ്റ് ചെയ്തു അതാണ് എന്ന് പറയും. ഓഹോ അതാണോ, അത് കുഴപ്പമില്ല, ഇനി അവളെ മോൾ കാണാൻ ശ്രമിക്കേണ്ട കേട്ടോ എന്ന് പറയുകയാണ്. അതിനുശേഷം അവർ കാറിൽ പോവുകയാണ് കേട്ടോ. അമ്പാട്ട് വീടെത്തുമ്പോൾ മോളെ ഇതാ വീടെത്തി, ഞാൻ വരണോ ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം ചിന്നു ഇറങ്ങി പോവുകയാണ്. ചിന്നുവിന് ആകെ ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്രയും മധുബാലയും മഞ്ജും കൂടി ഫോൺ ചെയ്യാണ് കേട്ടോ. ഏതായാലും ശരി, ചിന്നു അവിടെ പോയിട്ടുണ്ട്. JK കയറി പിടിച്ചു എന്നിങ്ങനെ മധുബാല പറയുമ്പോൾ JK അല്ല, ഞാൻ തയ്യാറാക്കിയ ആളാണ് എന്ന് പറയും. ആണോ, ഏതായാലും ശരി, ചിന്നുവിൻ്റെ സ്വഭാവം അനുസരിച്ച് ചിന്നു ചിലപ്പോൾ കേസ് കൊടുക്കാൻ പോകുമ്പോൾ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളാകെ കുടുങ്ങും. അതാരാണ് എന്താണ് എന്നൊക്കെ തെളിവ് വരും, അതിനൊരു അവസരം വരുത്തരുത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് മഞ്ജു പറയും, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അതേസമയം ചിന്നു ഇങ്ങനെ വരുന്നത് തന്നെ മഞ്ജു കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. എന്താ മോളെ നീ JKയുടെ അവിടേക്ക് പോയതാണ്, അയാളുടെ സ്വഭാവം ശരിയല്ല കേട്ടോ, അയാൾ ശരിയല്ലാത്ത ഒരാളാണ് എന്നല്ല അങ്ങനെ മഞ്ജു പറയുമ്പോൾ ചിന്നു വീണ്ടും അതിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. JK കയറി പിടിച്ച കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജുവിന് അറിയുന്നുണ്ട് ഇവളെന്താ ഒന്നും പറയാത്തേ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. പിന്നീട് ചിന്നു റൂമിൽ പോയതിന് ശേഷം JK കൊടുത്ത ആ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അതെടുത്തിട്ട് അത് നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് വിചാരിക്കും വേണ്ട, ഇത് നശിപ്പിക്കേണ്ട, ഇതിവിടെ ഇരിക്കട്ടെ, ഇത് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരും എന്നിങ്ങനെ വിചാരിക്കണം. അതേസമയം മഞ്ജു വന്ന് ചിന്നുവിനെ നോക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അതാത് കാര്യങ്ങൾ അപ്പം തന്നെ വിളിച്ച് പറയണമല്ലോ മഞ്ജുവിന്, അതിന് വേണ്ടിയിട്ടാണ്. ഏതായാലും ചന്ദ്രയോട് കാര്യങ്ങളെല്ലാം വിളിച്ച് അതേസമയം അപ്പോൾ തന്നെ മഞ്ജു പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അർച്ചന ജയിലിൽ പോയിട്ട് അച്ചുവിനെ കാണുകയാണ് കേട്ടോ. നിനക്ക് കൊടുക്കാനും വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല, കാരണം എപ്പോഴെപ്പോഴും ഫുഡ് കൊണ്ടുവന്നാൽ അത് ഇവർക്കൊരു പ്രശ്നമാവും, അതുകൊണ്ടാണ് മോനെ ഞാൻ കൊണ്ടുവരാതിരുന്നത് എന്ന് ചോദിക്കും. അത് സാരമില്ല ചേച്ചി, ഞാനിവിടുത്തെ ഫുഡ് കഴിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. നിനക്ക് സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ രുക്ക് വരാത്തതിൽ നിനക്ക് വിഷമമുണ്ടോ ചോദിക്കും. ആ ഉണ്ട് എന്നിങ്ങനെ തലയാട്ടിനെ പോലെ കാണിക്കുകയാണ് കേട്ടോ. അതൊന്നും സാരമില്ലടാ, അതൊന്നും കണക്കാക്കാതെ എൻ്റെ മോൻ വിഷമിക്കേണ്ട, ഞാൻ ഈ ചേച്ചി കൂട്ടിട്ടിരിക്കുന്നത് എന്തിനാണ്, എൻ്റെ മോനെ ഞാൻ രക്ഷിക്കും. ഇന്ന് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അവിടെ പോയപ്പോൾ ചെറിയ എവിഡൻസൊക്കെ കിട്ടിയിട്ടുണ്ട്, എൻ്റെ മോൻ വിഷമിക്കേണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അച്ചുവിൻ്റെ കയ്യിൽ ചേർത്ത് പിടിക്കുകയാണ് അർച്ചന കേട്ടോ. ഭയങ്കര സങ്കടത്തിലാണ് അവർ കാണുന്നത്. ഏതായാലും നമ്മുടെ അർച്ചന രക്ഷപ്പെടുത്തും, അത് ഉറപ്പായ കാര്യമാണ്.